അഫ്ഗാനിസ്ഥാനിലേക്കുണ്ടായ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പാക് സൈന്യം പറയുന്നത്. ആക്രമണം ഉണ്ടായെന്ന് താലിബാൻ സർക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരതി കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ആരതി, സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സേതു, പാക് വ്യോമസേന അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും എത്രയാണ് ഈ മരണസംഖ്യ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചെയോടെയും അതേപോലെ തന്നെ ഇന്നലെ രാത്രിയോടെയുമാണ് വ്യോമാക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നത്. അതിർത്തി പ്രവിശ്യയായ, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രവിശ്യകളായ പക്തിക, നങ്കർഹാർ എന്നീ പ്രവിശ്യകളിലാണ് നിലവിൽ ആക്രമണം നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരും അതുപോലെ തന്നെ താലിബാൻ സർക്കാരും ഈ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിനെ പാകിസ്ഥാൻ സർക്കാർ ന്യായീകരിക്കുന്നത്, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തെഹ്രീക്കെ താലിബാൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്കെ താലിബാൻ ആണെന്നും ഇവരെ നിയന്ത്രിക്കാൻ താലിബാൻ സർക്കാർ ശക്തമായ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പാകിസ്ഥാൻ സൈന്യം ആരോപിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അഫ്ഗാനിസ്ഥാൻ നേരെ പാകിസ്ഥാൻ ഇങ്ങനൊരു സൈനിക നടപടി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സൈനിക നടപടിയെക്കുറിച്ച് അഫ്ഗാനിസ്ഥാൻ സർക്കാർ നിലവിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. മരണസംഖ്യയും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. സേതു. ഓക്കെ, ശരി. ആരതി കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.